വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിൽ പാവൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. പാവയ്ക്ക വില കുത്തനെ ഇടിഞ്ഞതാണ് കർഷകർ പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ വർഷം കിലോയ്ക്ക് 55 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്ന പാവയ്ക്കയ്ക്ക് ഈ വർഷം 35 മുതൽ 40 രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത്. വില ഇടിഞ്ഞതോടൊപ്പം തന്നെ വിപണിയിൽ ആവശ്യക്കാർ കുറഞ്ഞതും കർഷകരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. പാടത്തെ വിളവെടുപ്പ് തയ്യാറായ പാവയ്ക്ക് വിൽക്കാൻ കഴിയാതെ കിടക്കുകയാണ്. വാങ്ങാൻ ആളില്ലാതെ വന്നതോടെ ചില പ്രദേശങ്ങളിൽ പാവയ്ക്ക മുറിച്ചുണക്കി നശിപ്പിക്കേണ്ട അവസ്ഥയും ഉണ്ടായി. വർഷങ്ങളായി സ്ഥലം പാട്ടത്തിനടുത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്ന രാജഗിരി സ്വദേശിയായ കർഷകൻ കുറ്റ്യാത്ത് പീറ്റർ ജോസഫ് പറഞ്ഞു. ഹോർട്ടികോർപ്പിന്റെ സ്റ്റാളില് പൂക്ക് വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് സംഭവം കച്ചവടമില്ലാത്ത സ്ഥിതിക്ക് പുള്ളിക്ക് എടുക്കാൻ പറ്റില്ല. പുള്ളി പരമായി നമ്മൾ സാധനം എടുക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പുള്ളിയുടെ അടുത്ത് ഇതാണ് സ്ഥിതി. സംഭവം അവിടെ കെട്ടിക്കിടക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. രാവിലെ പാവയ്ക്കാണ്ട് പോയി മീൻ വെക്കാൻ ഒരാൾ പാവ നടത്തുന്നുണ്ട്. അപ്പൊ അയാളുടെ എടുക്കണം. ഇപ്പൊ ഒരാൾ മാത്രമല്ല, എന്റെ മാത്രം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ ആ കൃഷി എടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കൃഷി ഇറക്കുമതി നടത്തണമെന്നേ. ഈ പുറത്തുനിന്നുള്ള സാധനം കൊണ്ടുവരണ്ട. ഈ പുറത്തുനിന്ന് സാധനം കൊണ്ടുവരല്ലോ. ഇവിടെയുള്ളവരല്ലേ ഈ സാധനം മേടിക്കുന്നത്. പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്ന് കടയിൽ വെക്കുന്നു, എന്നിട്ട് ഇവിടെയുള്ളവരെ മേടിപ്പിക്കുന്നു. എന്നിട്ട് ഇവിടെയുള്ളവർ സാധനം ചെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടതാണ്. കർണാടകയിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ആയാലും പച്ചക്കറി മേടിക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ പച്ചക്കറി കടക്കാർ എടുക്കണം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറക്ക് കുറയ്ക്കണം. അതിനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. കൃഷിക്കായി വൻതുക ചെലവഴിച്ചിട്ടും വിളവിന് ന്യായമായ വില ലഭിക്കുന്നില്ല. വിപണിയിൽ പാവയ്ക്കയ്ക്ക് ആവശ്യക്കാരില്ലാത്തതോടെ നശിപ്പിക്കേണ്ട അവസ്ഥയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാവയ്ക്ക മലയോര മേഖലകളിലേക്ക് വൻതോതിൽ എത്തുന്നതാണ് വിലയിടിവിന് പ്രധാന കാരണമെന്നാണ് കർഷകരുടെ ആരോപണം. കുറഞ്ഞ വിലയ്ക്ക് പുറത്തുനിന്നുള്ള പാവയ്ക്ക എത്തുമ്പോൾ പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന പാവയ്ക്കയ്ക്ക് ആവശ്യക്കാർ കുറയുകയും വില താഴെയിറങ്ങുകയും ചെയ്യുന്നു. കൃഷിച്ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരമൊരു വിലയിടിവ് തുടർന്നാൽ പാവൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. സർക്കാർ ഇടപെടലും ന്യായമായ വില ഉറപ്പാക്കുന്ന സംവിധാനങ്ങളും അടിയന്തരമായി നടപ്പാക്കണമെന്ന ആവശ്യം കർഷകർ ശക്തമായി ഉന്നയിക്കുന്നു.